എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് നാളെ പ്രസിദ്ധീകരിക്കും. അപ്പോൾ നാളെ രാവിലെ 10 മണിയോടെ അല്ലെങ്കിൽ ഇന്ന് രാത്രി 12 മണിയോടെ തന്നെ വിദ്യാർത്ഥികളുടെ ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്നതാണ്. അപ്പോൾ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് തന്നെ കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന് പറഞ്ഞുകൊണ്ട് ലിങ്ക് കാണാൻ സാധിക്കുന്നതാണ്. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ അതുപോലെ പാസ്വേഡ് ജില്ല എന്നിവ നൽകി ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത ശേഷം നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് ഡീറ്റെയിൽസ് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഏത് സ്കൂളിൽ ഏത് കോഴ്സിൽ അലോട്ട്മെൻറ്റ് കിട്ടി എന്നുള്ളതും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കൺഗ്രാജുലേഷൻസ് യു ഹാവ് ഗോട്ട് ട്രയൽ അലോട്ട്മെൻറ്റ് എന്നും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ ചുവന്ന കളറിൽ സോറി യു ഹാവ് നോ ട്രയൽ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടിയതുകൊണ്ട് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അഡ്മിഷൻ നൽകുന്നതല്ല. ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് മുന്നോടിയായിട്ടുള്ള ജസ്റ്റ് ഈ ഒരു സോഫ്റ്റ്വെയർ കറക്റ്റാണോ അതായത് വർക്ക് ചെയ്യുന്നത് അതായത് കറക്റ്റായിട്ടാണോ വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് നടത്തുന്നത്. ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷം വിദ്യാർത്ഥികൾക്ക് ആവശ്യമായിട്ടുള്ള എഡിറ്റുകൾ വരുത്താൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു മെയ് 31 വൈകിട്ട് 5 മണി വരെയാണ് ആവശ്യമായിട്ടുള്ള എഡിറ്റിങ്ങുകൾ വരുത്താൻ സാധിക്കുക. അതുപോലെ തന്നെ ഒരു തവണ നിങ്ങൾ എഡിറ്റ് ചെയ്ത് അപേക്ഷ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് യാതൊരുവിധ കാരണവശാലും എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതല്ല, അത് വീണ്ടും എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഒരു തവണ എഡിറ്റ് ചെയ്യും മുമ്പായിട്ട് അപേക്ഷയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം, ഓപ്ഷൻസ് എങ്ങനെ ചേഞ്ച് ചെയ്യണം അല്ലെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കണം എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിച്ച ശേഷം അതുപോലെ നിങ്ങളുടെ അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടോ എന്നുള്ളത് ഒരു 2 തവണയെങ്കിലും വായിച്ച് മനസ്സിലാക്കിയ ശേഷം അതുപോലെ തന്നെ നിങ്ങളുടെ കാറ്റഗറി തെറ്റിപ്പോയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെക്ക് ചെയ്ത ശേഷം മാത്രം ഈ ഒരു അപേക്ഷയിൽ എഡിറ്റ് ചെയ്ത് ഫൈനൽ കൺഫർമേഷൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു അപേക്ഷയുടെ പ്രിവ്യൂ പേജ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും എഡിറ്റ് വരുത്താനുണ്ടെങ്കിൽ അത് വരുത്തുക. അതുപോലെ നേരത്തെ അപേക്ഷ ഫൈനൽ കൺഫർമേഷൻ ചെയ്യാതെ വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് അപേക്ഷയിൽ തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഓപ്ഷൻസ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിലോ ആഡ് ചെയ്ത് അപേക്ഷ കൺഫേം ചെയ്യുക. നിങ്ങളുടെ കാസ്റ്റ് കാറ്റഗറി എന്നിവ തെറ്റാണോ എന്നുള്ളത് അറിയുന്നതിനായിട്ട് അപ്പൻഡിക്സ് 2 എന്ന് പറഞ്ഞുകൊണ്ട് പ്രോസ്പെക്ടസ് എന്നുള്ള ലിങ്കിൽ നൽകിയിട്ടുണ്ട്. അത് ഡൗൺലോഡ് ചെയ്തെടുത്ത ശേഷം അതിൽ നിങ്ങൾക്ക് കട്ടിയിൽ കൊടുത്തിട്ടുള്ളത് കാറ്റഗറിയും കട്ടി കുറച്ചിട്ടുള്ളത് കാസ്റ്റുമാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ ഏത് കാറ്റഗറിയാണ്, അതായത് ഇവിടെ കട്ടയിൽ കൊടുത്തതിന് നേരെ ഒരു വര വരച്ചിട്ട് അവിടെ കാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതിൽ ഏതാണ് ഉൾപ്പെടുന്നത് ആ ഒരു ഇവിടെ കട്ടിയിൽ നൽകിയിട്ടുള്ളതാണ് കാറ്റഗറി. അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾ ഈയവ തീയ അതുപോലെ തന്നെ ബില്ലാവ വിഭാഗത്തിലാണ്, അതായത് ആ ഒരു കാസ്റ്റിലാണ് ഉൾപ്പെടുന്നതെങ്കിൽ നിങ്ങളുടെ കാറ്റഗറി ETB ആണ് വരിക. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങളുടെ കാറ്റഗറി നൽകിയത് തെറ്റിയിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കുക. കാരണം പല വിദ്യാർത്ഥികളും അറിയാതെ OBC എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കാറുണ്ട്. ഇതിൽ എല്ലാ വിഭാഗക്കാർക്കും സംവരണം ഉള്ളത് കൊണ്ടാണ് ഈ ഒരു രീതിയിൽ നിങ്ങളുടെ കാറ്റഗറി കറക്റ്റായിട്ട് കൊടുക്കണം എന്ന് പറയുന്നത്. കാരണം കാറ്റഗറി തെറ്റിക്കഴിഞ്ഞാൽ അഡ്മിഷൻ കിട്ടില്ല, അതുകൊണ്ടാണ് ഈ ഒരു കാര്യം പറയുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇനി അടുത്തതായിട്ട് വിദ്യാർത്ഥികളുടെ റീവാലുവേഷൻ്റെ റിസൾട്ടിൻ്റെ ആ ഒരു മാർക്കാണ്. റീവാലുവേഷൻ്റെ മാർക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നതിനായിട്ട് നിങ്ങൾക്ക് അവസരമുണ്ട്. അതായത് നിങ്ങൾ ഉദാഹരണത്തിന് റീവാലുവേഷനായിട്ട് അപേക്ഷ നൽകിയപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്ന മാർക്ക്, അതായത് ആദ്യം ലഭിച്ചിട്ടുണ്ടായിരുന്ന മാർക്ക് എന്ന് പറയുന്നത്, അതായത് ആദ്യം കിട്ടിയിട്ടുള്ളത് ആദ്യം കിട്ടിയിട്ടുണ്ടായിരുന്ന മാർക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു A ഗ്രേഡാണ്. നിങ്ങൾ A+നായിട്ട് അപേക്ഷിച്ചു, A+ ആയി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു B ഗ്രേഡാണ്. നിങ്ങളുടെ റീവാലുവേഷൻ അപേക്ഷിച്ചപ്പോൾ നിങ്ങൾക്കൊരു B+ അല്ലെങ്കിൽ A ഗ്രേഡോ ഒക്കെ ആയി എന്ന് കരുതുക. അപ്പോൾ അങ്ങനെയെങ്കിൽ ആ ഒരു മാർക്ക് നിങ്ങൾ ഈ ഒരു അപേക്ഷയിൽ പുതുതായിട്ട് എഡിറ്റ് ചെയ്ത് അതായത് ആ ഒരു മാർക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ A ഗ്രേഡ് നിങ്ങൾ A+ ആവാനായിട്ട് അപ്ലൈ ചെയ്ത് പക്ഷേങ്കിൽ B+ ആണ് കിട്ടിയത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു B+ നിങ്ങൾക്ക് ഒരു A ഗ്രേഡോ A+ ആവുന്നതിനായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്ത് പക്ഷേങ്കിൽ C ഗ്രേഡാണ് കിട്ടിയത്. അപ്പോൾ ഇങ്ങനെയെങ്കിൽ ഈ ഒരു മാർക്ക് ആഡ് ചെയ്യണമെന്നുള്ള സംശയം ഉണ്ടാകും. അങ്ങനെ ആഡ് ചെയ്യേണ്ട യാതൊരുവിധ ആവശ്യമില്ല. കാരണം നിങ്ങൾക്ക് ഏതാണോ കൂടുതൽ ഗ്രേഡ് ആയിട്ടുള്ളത് ആ ഒരു ഗ്രേഡ് മാത്രമേ പരിഗണിക്കുള്ളൂ. ഈ ഒരു റീവാലുവേഷനിൽ മാർക്ക് കുറഞ്ഞു എന്ന് കരുതി ആ ഒരു കുറഞ്ഞ മാർക്ക് ആഡ് ചെയ്യരുത്. കൂടിയ മാർക്കാണ് നിങ്ങളുടേതായിട്ട് പരിഗണിക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അതായത് ഒരു വിദ്യാർത്ഥി ഇപ്പോൾ അപേക്ഷിച്ച സമയത്ത് നിങ്ങൾക്കിപ്പോൾ അതായത് C+ ആണ് കിട്ടിയത്. C+ നിങ്ങൾക്കൊരു A ഗ്രേഡ് ഒക്കെ അല്ലെങ്കിൽ B ഗ്രേഡ് B+ ഒക്കെ ആവുകയാണെങ്കിൽ ആ ഒരു മാർക്ക് നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അതേസമയം നിങ്ങൾക്കൊരു A ഗ്രേഡ് നിങ്ങൾക്കൊരു B+ അല്ലെങ്കിൽ C+ ആവുകയാണെങ്കിൽ, അതായത് C ഗ്രേഡോ C+ അല്ലെങ്കിൽ B ഗ്രേഡോ അല്ലെങ്കിൽ B ഒക്കെ ആവുകയാണെങ്കിൽ നിങ്ങൾ ആ ഒരു മാർക്ക് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ട യാതൊരു ആവശ്യമില്ല. അതിൻ്റെ ആ ഒരു ഗ്രേഡ് എന്ന് പറയുന്നത് A ഗ്രേഡാണ്. അതായത് നിങ്ങൾക്ക് ലഭിച്ച കൂടിയ ആ ഒരു ഗ്രേഡാണ് നിങ്ങളുടേതായിട്ട് പരിഗണിക്കുക. അതുകൊണ്ട് തന്നെ കൂടിയ ഗ്രേഡ് ഉണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ SSLC HI അതുപോലെ തന്നെ AHSLC അതുപോലെ തന്നെ നിങ്ങൾ SSLC ആണെങ്കിലും നിങ്ങൾ ഈ ഒരു രീതിയിൽ നിങ്ങളുടെ കൂടിയ മാർക്ക്, അതായത് റീവാലുവേഷന് ശേഷം മാർക്ക് കൂടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു മാർക്ക് എഡിറ്റ് ചെയ്ത് നൽകാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ട ഓപ്ഷൻസും നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മെയ് 25 മെയ് 31
വൈകിട്ട് 5 മണി വരെയാണ് ഈ ഒരു അപേക്ഷയിൽ ആവശ്യമായിട്ടുള്ള എഡിറ്റ് ചെയ്യുന്നതിനും അതുപോലെ ട്രയൽ അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യുന്നതിനും സാധിക്കുക. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ട്രയൽ അലോട്ട്മെൻറ്റിൽ ഒരു തവണ മാത്രമാണ് നിങ്ങളുടെ അപേക്ഷ കൺഫേം ചെയ്ത് അപേക്ഷ നൽകാൻ സാധിക്കുക. അപേക്ഷ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് യാതൊരുവിധ കാരണവശാലും ഈ ഒരു സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വരെ യാതൊരുവിധ കാരണവശാലും അപേക്ഷ എഡിറ്റ് ചെയ്യുന്നതിനായിട്ട് സാധിക്കുന്നതല്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.